Good morning, friends. It's me, Simon, YouTube channel, Simon Varghese, Instagram, Simon Varghese, Facebook. Welcomes you. Hi. കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് 1 വീക്കല്ല 8 more days ഞാൻ പ്രത്യേക സന്തോഷത്തിലാണ്. എൻ്റെ കൊച്ചുമക്കളൊക്കെ വന്ന് അടിച്ച് വിളിച്ച് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കാഴ്ച ചാകപ്പാടെ ഒരു സന്തോഷകരമായ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവർ ഇന്നലെ വൈകിട്ട് അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. നമുക്ക് 3 കൊച്ചുമക്കളാണ്, 3 മക്കളാവും. എൻ്റെ 3 മകന് 2 കൊച്ചുമക്കൾ. അവരിവിടെ ഇല്ല, അവർ അമേരിക്കയിലാണ്. 5 കൊച്ചുമക്കളുടെ അഭിമാനത്തോടെ ജീവിക്കുന്നൊരു ഗ്രാൻഡ് ഫാദറാണ് ഞാൻ, അല്ലേ, ഗ്രാൻഡ് പേരൻറ്റ്. ഞാനും ഭാര്യയും ഞങ്ങൾ 2 പേർക്കും സന്തോഷമാണ്. ഓക്കെ, അപ്പം നമ്മൾ വളരെ 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 ഗൗരവമുള്ള സാഹചര്യത്തിലാണിപ്പോൾ ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ. ആ തെരഞ്ഞെടുപ്പിനെ നമ്മളെല്ലാം ഗൗരവമായി കാണണം. ഇന്നലകളിലെല്ലാം ചില പ്രത്യേക കക്ഷികളെ മാത്രം സഹായിച്ചിരുന്ന മതമേലധ്യക്ഷന്മാർ പോലും വ്യത്യസ്തമായി ചിന്തിക്കണം എന്ന പ്രസ്താവന ഇറക്കുന്ന സ്ഥിതി കാലമാണ്. കാരണം ധാരാളം കാര്യങ്ങൾ ഇവിടെ ക്രമപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ക്ഷമയും വിട്ട് എല്ലാവരും മുമ്പോട്ട് വരുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന് വളരെ പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഏത് കാര്യം നമുക്കൊരു മോഡൽ വേണം, അല്ലേ. വി ഷുഡ് നീഡ് എ മോഡൽ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെൻറ് നമുക്കൊരു നല്ല മോഡലാണെന്ന് പറയാൻ ആർക്കും. ഈ ഇലക്ഷൻ സാധാരണ എനിക്കിപ്പോൾ 66 വയസ്സ് കഴിഞ്ഞു. ഐ മീൻ റണ്ണിങ് മൈ 67. എനിക്കിതുവരെ ഒരു ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാകാത്തൊരു ഗവൺമെൻറ്റിനെ പറ്റി ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. 5 വർഷം കഴിഞ്ഞ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെ അന്ന് ഇൻകംബൻസി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ആ ഒരു ഉൽപ്പൊസിഷനെയൊക്കെ അവരെ വീണ്ടും തിരഞ്ഞെടുക്കാൻ ജനങ്ങളെ സഹായിച്ചു. എന്നാൽ ഇന്നിപ്പോൾ ന്യൂനതകൾ വീണ്ടും പരിഹരിച്ചുകൊണ്ട് അതിഭാവുകത്തോടുകൂടി ശാസ്ത്രീയമായി നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു ഭരണമാണ് ഇവിടെ നടന്നത്. വികസനം എവിടെ നോക്കിയാലും നമുക്ക് തുടിച്ചു നിൽക്കുക. സർക്കാർ പണം തരുന്നില്ല, ബുദ്ധിമുട്ടാണ്, ഗതികേടിലാണ്. സർക്കാർ ജീവനക്കാരുടെ DA തടയുന്നു. അങ്ങനെയുള്ള പലതരത്തിലുള്ള നീക്കം. നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക പ്രയാസം ഉണ്ടാകുമ്പോൾ ആദ്യം ലക്ഷറീസൊക്കെ കട്ട് ചെയ്യും, വിനോദങ്ങൾ, സിനിമ കട്ട് ചെയ്യും. അങ്ങനെയൊക്കെയല്ല നമ്മൾ ചെയ്യുന്നത്. എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓരോ തരത്തിലുള്ള കൺട്രോൾസ് കൊണ്ടുവന്നു. ആ കൺട്രോൾസ് എല്ലാം അവസാനം ലിഫ്റ്റ് ചെയ്തു. അവർക്ക് സ്വന്തം കാലം നിൽക്കാൻ കഴിഞ്ഞ മാർച്ച് മാസം കണക്കിന് ശേഷം 4000 കോടി രൂപ മിച്ചമുണ്ടെന്നാണ് ഒരു റിപ്പോർട്ട് പറഞ്ഞു കേട്ടത്. ഞാൻ ഡയറക്റ്റായിട്ട് എക്സാമിൻ ചെയ്തതല്ല, കേട്ട കാര്യം. ദാറ്റ് മീൻസ് നമ്മൾ പട്ടിണിയിൽ നിന്നല്ല, ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഞെരുക്കത്തിൽ നിന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെ പ്രധാനമന്ത്രി, ഏത് രാഷ്ട്രീയ പ്രധാനമന്ത്രി ഇവിടെ വന്ന് നമ്മുടെ ആ വളരെ അന്തസ്സായിട്ട് വന്ന് നമ്മുടെ വയനാട്ടിൽ വന്ന് ആ ദുരിതബാധിതരെയൊക്കെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ പോയല്ലേ. നമുക്ക് അഭിമാനവും സന്തോഷമായിരുന്നു. അങ്ങനെയല്ലേ വേണ്ട, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ആർക്കും തടസ്സം പറയാൻ പറ്റത്തില്ല. അങ്ങനെ പോലും പക്ഷെ അതിന് ശേഷമോ ഇവിടെ സാമ്പത്തിക കൺട്രോൾ വന്നു, നിയന്ത്രണം വന്നു. ആ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ ധാരാളം കാര്യങ്ങൾ പഠിച്ചു. നമ്മുടെ കേരളത്തിലെ വ്യവസായം വർദ്ധിച്ചു, സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചു. കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രോജക്റ്റായി സ്റ്റാർട്ടപ്പിന് വേണ്ട സഹായം കൊടുക്കുക. അതെല്ലാം നേടിയെടുത്തുകൊണ്ട് നമ്മൾ അടിച്ച് മുന്നേറി. ഇന്നിപ്പം വലിയ വ്യവസായ പ്രമുഖന്മാർ പോലും പറഞ്ഞു
കേരളം വ്യവസായത്തിന് അനുഗുണമായൊരു സംസ്ഥാനമാണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പേറിയെടുത്തു. അതുപോലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഹോട്ടലുകൾ മുംബൈ മഹാരാഷ്ട്ര എന്നൊക്കെ പറഞ്ഞാൽ വ്യവസായ ഇടനാഴിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഹോട്ടലുകളുള്ളത് കേരളത്തിലാണ്. അതിൻ്റെ അർത്ഥം എന്താ? ടൂറിസം അതുപോലെ വർദ്ധിച്ചു. ദേശത്തുനിന്നും അന്യദേശത്തുനിന്നും നമ്മുടെ സംസ്ഥാനത്തു നിന്നുമൊക്കെ ടൂറിസ്റ്റുകൾ ഇറങ്ങി നടക്കും. ആർക്കും ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടല്ലേ. അപ്പം ഞാനിനി കറുത്ത് പോയിരിക്കുന്നത് വെളുത്തിരിക്കുന്നതിന് എനിക്ക് ആ റോഡേ നടക്കാൻ മേല, ഈ റോഡേ നടക്കാൻ മേല, ഈ ഹോട്ടലിൽ ചെന്നാൽ എനിക്ക് ഭക്ഷണം നിലത്തിരുന്ന് കഴിയും. ആ പരിപാടിയൊന്നും കേരളത്തിലില്ല. ഇന്ത്യയിൽ തന്നെ പലയിടത്തും ഇല്ല. ഇപ്പോൾ ചെറിയ ചില വിവരമില്ലാത്ത ചില ഗ്രാമങ്ങളിലുണ്ടെങ്കിലും ഉള്ളൂ. അതൊക്കെ നമ്മൾ അതിജീവിച്ചല്ലേ. ഇപ്പം ഇന്ത്യയിലേക്ക് വരുമ്പം വിദേശ ഗവൺമെൻറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കേരള ഈസ് കമ്പാരിറ്റീവ്ലി സേഫ്. മോറോവർ യു ക്യാൻ സ്പീക്ക് ഒരു ഇംഗ്ലീഷ് ദർ. മോർ ഇംഗ്ലീഷ് വേർഡ്സ് ആർ. ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വേർഡ് ഉള്ളത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ആളുകൾ അതുപോലെ നമ്മുടെ എല്ലാ മനുഷ്യരും ഈവൻ കോമൺ മാൻ ഓൾസോ സ്പീക്കിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾക്കൊരു പ്രയാസം വരികയില്ല, ഒരു പ്രശ്നം വരിക. അങ്ങനെ ടൂറിസ്റ്റുകളെല്ലാം അടിച്ചു കയറി വരുന്നത് അവരുടെ പിന്നെ പണത്തിൻ്റെ മൂല്യശേഷി അത് നമുക്ക് പറയാൻ നാണക്കേടാ. ഇന്ത്യയിലെ നമ്മുടെ ഒരു 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 ഡോളർ അമേരിക്കൻ ഡോളർ കിട്ടണമെങ്കിൽ ഇപ്പം 95 രൂപ ഇന്ത്യൻ രൂപ കൊടുക്കണം. നാണക്കേടാ, അത് പറയാൻ പറ്റില്ല. പക്ഷേ വിദേശത്ത് നിൽക്കുന്ന ടൂറിസ്റ്റിനെ സംബന്ധിച്ച്, ഒരു സാധാരണക്കാരനായ ടൂറിസ്റ്റിനെ സംബന്ധിച്ച് ഇത്രയും ചിലവ് കുറഞ്ഞ് ഒരു രാജ്യമുണ്ടോ? ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡായി, കൾച്ചേർഡായി, ഡെവലപ്ഡായി, സയൻറ്റിഫിക്കലി പ്രൂവ്ഡായി ഒരു സ്റ്റേറ്റില്ല. ഇവിടുത്തെ ഭക്ഷണത്തെ പറ്റിയൊക്കെ എന്ത് നല്ല അഭിപ്രായം. പ്രത്യേകിച്ച് ജനങ്ങളെപ്പറ്റി, ഗവൺമെൻറ്റിനെ പറ്റിയല്ല, ജനങ്ങളെപ്പറ്റി. ജനങ്ങൾ കരുതലുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, ഒരാവശ്യം വന്നാൽ ഓടിയെടുക്കുന്നവരാണ്. അത് ശരിയാണ്. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കിടക്കുന്ന കണ്ടാൽ പോലീസ് വന്ന്, മറ്റ് സ്റ്റേറ്റുകളിൽ പോലും പോലീസ് വന്ന് കൊണ്ടുപോകുന്നതല്ലാതെ ജനം കൊണ്ടുപോകുന്നത്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഒരു അപകടം ഉണ്ടായാൽ അത് എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരനാണ് എന്നുള്ള വീക്ഷണത്തിലാണ് ഓരോരുത്തരും ചെയ്യുന്നത്. കല്യാണത്തിന് പോകുന്നവന് അതേ ഉടുപ്പിട്ടുകൊണ്ടാണ് ഈ രോഗിയെ വാരി കാറെ കയറ്റുന്നു. അവനറിയാം ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഓരോ കുടുംബത്തിൻ്റെ നാഴികക്കല്ലാണ്. ആ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സാണ്. അവനൊരു ദോഷവും വരാൻ പാടില്ല. അവൻ മരിച്ചാൽ ആ കുടുംബം തകർന്നു പോകും എന്ന വിചാരം കൊണ്ടാണ് എല്ലാവരും ചാടി വീണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഏറ്റവും നല്ല ആശുപത്രി കൊണ്ടുപോകുന്നത്, ജീവൻ രക്ഷിക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസത്തെ മുഴുവനായ ചിലവ് ഗവൺമെൻറ്റിൻ്റെയാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആദ്യത്തെ 3-4 മണിക്കൂറാണ് ജീവൻ രക്ഷിക്കുന്നത്. അന്നേരം ഒത്തിരി പണം ചിലവഴിക്കേണ്ടി വരും. പല പാവപ്പെട്ടവർക്കും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പം കേരള ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 2 ദിവസം പൂർണ്ണമായ ചിലവ് ഗവൺമെൻറ്റിൻ്റെയാണ്. ഇപ്പോൾ ഏതൊരു സ്വകാര്യ ആശുപത്രിയും ഏതൊരു പേഷ്യൻറ്റിനും ഏറ്റവും നല്ല നൂതനമായ ചികിത്സ കൊടുക്കാൻ സന്നദ്ധരാണ്. കാരണം അങ്ങനെ ചെയ്യാതെ വന്നാൽ അത് വലിയ കുറ്റകരമാണ്. ചെയ്താലോ ആ ബില്ല് ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂടെ യോജിക്കുമ്പോഴാണ് ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഈ ഈ പ്രോഗ്രാമിലേക്ക് ജനങ്ങൾ വരുന്നത്, കേരളത്തിലേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകുന്നതിൻ്റെ കാരണം. അതല്ലാതെ ലോട്ടറി ടിക്കറ്റോ മദ്യമോ കൊണ്ട് മാത്രമല്ല ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അങ്ങനൊരു കാലം ഉണ്ടായാലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനും. പക്ഷെ ആ കാലമൊക്കെ ഇപ്പം പോയി. ഇപ്പം ഗവൺമെൻറ്റിന് നാനാവിധമായ നികുതി വർധനവുണ്ട്. അതുപോലെ തന്നെ സ്വയം വരുമാനം കണ്ടെത്തേണ്ട ബഡ്ജറ്റിലെ കൂടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് കേരളം പുറകിലല്ല. പിന്നെ ചില ആശാന്മാർ സ്ഥിരം എന്നെ ഉപദേശിക്കാറ്, കേരളം എൻ്റെ മണ്ടന്മാരെ, ഞാൻ മറുപടി പറയാത്ത അറിയാൻ മേലാഞ്ഞിട്ടല്ല. എൻ്റെ കമൻറ്റിൽ വരുന്ന ഞാൻ നെഗറ്റീവ് പറയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ദയവായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കയറണം. അത് വാട്സപ്പിലുണ്ട്, ജിയോ ഏതെങ്കിലും ഉണ്ട്, കയറിയിട്ട് അടിക്കണം. വാട്ട് ഈസ് ദി ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് ദി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എബൌട്ട് ദി ഡെപ്ത്സ് എന്നടിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോഴേ മറുപടി വരും. 1, 2, 3, 4. ഏറ്റവും കൂടുതൽ മുംബൈ, രണ്ടാമത് ചെന്നൈ, കേരളം 10, 12, 15 താഴെയാണ്.
പിന്നെ ഏത് ഗ്രോത്ത് വേണം നിങ്ങൾക്ക് അടിക്കാം. അവിടുത്തെ GDP നോക്കണേ അടിക്കാം, എന്ത് വേണം അടിക്കാം, എല്ലാം കിട്ടും. എന്നിട്ട് പറയും, ചുമ്മാതെ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയരുത്. കേരളം കടക്കണിയിലാണ്. പത്രക്കാരൊക്കെ പറയുന്ന കാര്യം മണ്ടത്തരം. കേരളം കടക്കണിയിലൊന്നുമല്ല. അങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ കടക്കണി. ഇന്ത്യ ആൻഡ് ആൾസോ യു ജസ്റ്റ് ടെസ്റ്റ് ചെയ്തോളൂ. വാട്ട് ഈസ് ദി ടോട്ടൽ ഡെപ്ത്സ് ഓഫ് ദി നേഷൻ ഇന്ത്യ? അപ്പോൾ നിങ്ങൾ ഞെട്ടും. പക്ഷേ കടം ഒരു അസറ്റാണെന്നാണ് എക്കണോമിക്സുകൾ പഠിപ്പിക്കുന്നത്. കാരണം കടം എപ്പോഴും ഒരു അസറ്റാണ്. അത് നമ്മൾ വലിയ കുറ്റം കാണേണ്ട കാര്യമില്ല. ഇപ്പം മുംബൈ കടം വെച്ചാൽ അവർക്കതൊരു വരുമാനമുണ്ട്, അവർ കടം എടുത്ത് കാര്യം ചെയ്യുന്നു, അത് തെറ്റൊന്നുമില്ല. ചെന്നൈ ഇഷ്ടംപോലെ വരുമാനമുണ്ട്, നമ്മളും അതുപോലെ തന്നെ. ഇന്നിപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിനും മോഡലായി നിൽക്കുന്ന കേരളത്തെ പറ്റിയാണ് ഇവിടുത്തെ ചില പത്രങ്ങളും ഒക്കെ പറയുന്നത്. സങ്കടം തോന്നും. എനിക്കോ ഈ പറഞ്ഞേച്ച് അവൻ ഏത് തെരുവിൽ കൂടെ 500, 50, 100, 110 കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോവാം അല്ലേ? ഇന്ന് കേരളത്തിലാകമാനം നിങ്ങൾ നോക്കിക്കോളൂ, സൂപ്പർ റോഡുകളല്ലേ. റോഡുകളിൽ ലൈറ്റ് ഇട്ടിരിക്കുക മുഴുവൻ. MC റോഡിൽ പോകുമ്പോൾ മുഴുവൻ ലൈറ്റ്, നമ്മുടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ? കൊച്ചുമക്കൾ ലൈറ്റ് വന്നു, ലൈറ്റ് വന്നു, സന്തോഷമാണ്. ഓക്കെ, എനിഹോ നമുക്ക് തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങാം, കൃത്യമായി വോട്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരെയും സഹകരിപ്പിച്ച് വോട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അവരെ നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയെ തന്നെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക. നമുക്ക് ഇനി ആ വോട്ട് ചെയ്യാൻ പറയാനില്ല, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഏതൊരു ഗവൺമെൻറ് വന്നാലും ഇനി നാം നേടിയെടുത്ത നിന്ന് പുറകോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തു. ഞാൻ ഇനി ആ വോട്ട് ചെയ്യാനൊന്നും പറയത്തില്ല, പക്ഷെ വോട്ട് ചെയ്യണം, വോട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഏതൊരു ഗവൺമെൻറ് വന്നാലും ഇപ്പം നമ്മൾ നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങൾക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല, മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പം ഒത്തിരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് പെൻഷൻ 3000 രൂപ ആക്കാമെന്ന് 2 മുന്നണിയും പറഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ, അത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകും, നമുക്കതിന് സഹായിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഇറ്റ്സ് മീ സൈമൺ സൈനിങ് ഓഫ്. താങ്ക് യു.